ഹലോ കൂട്ടുകാരെ, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കഴിഞ്ഞ ദിവസം നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ഇതുപോലെ ഡിസൈൻ ട്രേസ് ചെയ്യുന്നതിൻ്റെയൊക്കെ. അപ്പോൾ ആ ഡിസൈൻ ട്രേസ് ചെയ്തത്തേക്കിൽ നമുക്കിനി വർക്ക് ചെയ്യാനായിട്ട് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇങ്ങനെ ഫസ്റ്റ് എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ ഒരു സ്റ്റോൺ ആണ് എടുത്തിരിക്കുന്നത്. സ്റ്റോൺ എന്നായിരിക്കും പറയുന്നത്, എനിക്ക് ഇതിൻ്റെ കറക്റ്റ് പേരറിയത്തില്ല. അതിങ്ങനെ ഹോൾസ് ഒക്കെ ഉണ്ട്, തയ്ക്കാനായിട്ടൊക്കെ പറ്റും. അപ്പോൾ ഈ റെഡ് കളറിൽ വൈറ്റും കൂടെ ഉള്ള ഒരു സ്റ്റോൺ പോലത്തെ ഒരു സംഭവമാണ് എടുത്തിരിക്കുന്നത്. പിന്നെ ഗോൾഡൻ കളറിലെ കട്ട് ബീഡ്സ് ആണ് എടുത്തിരിക്കുന്നത്. പിന്നെ എടുത്തിരിക്കുന്ന നീഡിൽ 10 സൈസ് വരുന്നത്. ആ ഒരു നീഡിലെടുത്തിട്ടുണ്ട്. പിന്നെ പശ എടുത്തിട്ടുണ്ട്. പിന്നെ ആരി നീഡിലും എടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത് ആരി വർക്കാണ് ഫുൾ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വർക്കിലേക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റ് നമ്മൾ ഈ ഒരു സർക്കിൾ വരച്ച് കൊടുത്തിട്ടില്ല, അതിൻ്റെ സെൻറ്റർ പോർഷനിലേക്ക് ഈ റെഡ് കളറിൽ ഈ ഒരു സ്റ്റോൺ ഈ സംഭവം ഉണ്ടല്ലോ, ഈ സംഭവം ആദ്യം ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഗം പരട്ടി ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതിന് ശേഷമാണ് ഒന്ന് നമ്മൾ തയ്ച്ചു കൊടുക്കുന്നത്. നമ്മുടെ സാധാരണ സൂചി വെച്ച് ഒന്ന് തയ്ച്ചും കൂടെ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഈ ഓരോ സർക്കിളും ഞാൻ ഓരോ ഫ്ലവറായിട്ടാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ ആ ഓരോ ഫ്ലവർ കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പായിട്ട് അതിൻ്റെ സെൻറ്ററായിട്ട് ഇതേപോലെ ഈ ഒരു സ്റ്റോൺ ഒന്ന് വെച്ചൊന്ന് ഒട്ടിച്ചു കൊടുത്തതിന് ശേഷം തയ്ച്ചും കൊടുക്കുന്നുണ്ട്. തയ്ക്കാനായിട്ട് എടുത്തിരിക്കുന്ന നീഡിൽ എന്ന് പറയുന്നത് 10 സൈസ്. ഞാനതിൻ്റെ ഫോട്ടോ ആദ്യം കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കണ്ടാൽ മതി ഏതാ സൈസ് എന്നുള്ളതൊക്കെ അതിൻ്റെ അകത്തുണ്ട്. അപ്പോൾ അത് വെച്ച് നമ്മൾ ഇതുപോലെ ആദ്യമേ താഴെ നിന്ന് കുത്തി ഇതിൻ്റെ ഇടയിൽ കൂടെ നമുക്ക് ഈ സൂചി കയറ്റി ഇറക്കത്തക്ക രീതിയിലുള്ള ഗ്യാപ്പ് ഉണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ബീഡ്സ് ഒക്കെ തയ്ക്കുന്നത് പോലെ തന്നെ ഇത് തയ്ക്കാനായിട്ടുള്ളൂ. അങ്ങനെ ഇത് ഫുള്ളൊന്ന് തയ്ച്ചു കൊടുക്കുന്നുണ്ട്. അതിന് ശേഷമാണ് ബാക്കി നമ്മൾ വർക്ക് ചെയ്യുന്നത്. അപ്പം ഞാനിപ്പം ചെയ്യുന്നത് ആരി വർക്കാണ് ചെയ്യുന്നത്. ഞാൻ ഇന്ന് ഈ ഒരു പാറ്റേൺ ഞാൻ ആരി വർക്ക് ചെയ്യാനായിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഇപ്പം നിങ്ങൾക്ക് ആരി വർക്ക് ചെയ്യാൻ അറിയത്തില്ല എന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, എങ്ങനെ ആരി വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് ഞാനാണെങ്കിൽ എൻ്റെ സ്ക്രീനിൽ കൊടുത്തേക്ക്. അപ്പോൾ അതൊന്ന് ജസ്റ്റ് ഒന്ന് വാച്ച് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാനുള്ളതേ ഉള്ളൂ. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ആരി വർക്ക് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊന്ന് ബാക്ക് സ്റ്റിച്ച് കൊടുക്കുന്നുണ്ട്. അതിന് ശേഷം ഞാൻ 3 കട്ട് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഫസ്റ്റ് ഒരു ലീഫ് എന്ന രീതിയിൽ 3 കട്ട് ബീഡ്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ആ സർക്കിളിൽ നമ്മൾ ഓൾറെഡി ആ ഒരു റെഡ് കളറിലെ ആ ഒരു സ്റ്റോൺ ഒന്ന് തയ്ച്ചു കൊടുത്തിട്ടുണ്ട്. അതിന് ചുറ്റിനുമായിട്ടാണ് കൊടുക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് ഞാൻ ഇതുപോലെ അതിന് ചുറ്റിനുമായിട്ട് ഒരു കുരിശെന്ന രീതിയിൽ 4 ഭാഗത്തോട്ട് ഇതുപോലെ ഓരോ ലൈൻസ് വരച്ചതിന് ശേഷം ആ ലൈൻസ് ആണ് ആദ്യം ഒന്ന് ആരി വർക്ക് ചെയ്ത് കൊടുക്കുന്നത്. അത് 3 ബീഡ്സ് വെച്ചാണ് ഇതുപോലെ ഒന്ന് ചെയ്ത് കൊടുക്കുന്നത്. ഓരോ ചെറിയ ലൈൻസ് എന്ന രീതിയിലൊന്ന് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അങ്ങനെ ഇത് 4 കഴിഞ്ഞതിന് ശേഷമാണ് നടുവശം ഞാൻ ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. ആ ഇതിൻ്റെ ഗ്യാപ്പ് സൈഡ് ഉണ്ടല്ലോ, ആ ഗ്യാപ്പെല്ലാം ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ആരി വർക്കിൽ ഇതിപ്പോൾ ചെയ്യാനായിട്ട് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ നമ്മുടെ നോർമൽ നീഡിൽ വെച്ച് ഇത് ചെയ്യാനുള്ളതേ ഉള്ളൂ. അങ്ങനെ വേണമെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. നിങ്ങൾ അതുപോലെ എൻ്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനായിട്ട് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത്. ഫസ്റ്റ് ഞാൻ ഇതുപോലെ ഈ 4 ലൈൻസ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം അതിൻ്റെ ബാക്കി പോർഷൻ, അതായത് ഗ്യാപ്പുള്ള പോർഷന് ഒന്ന് ഫില്ല് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആ ഗ്യാപ്പുള്ള പോർഷനിൽ 2 ലൈൻസായിട്ടാണ് ഞാനിതുപോലെ ബീഡ്സ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ കറക്റ്റായിട്ട് എല്ലാം ഒരേ സൈസിൽ കിട്ടുകയും ചെയ്യും. നമ്മൾ വരച്ചു കൊടുത്തിരിക്കുന്ന ഫ്ലവേഴ്സായിട്ട് ഞാനിപ്പോൾ സങ്കല്പിച്ചിരിക്കുന്ന സർക്കിളെല്ലാം ഫ്ലവേഴ്സായിട്ടാണ്. അതെല്ലാം ഒരേ സൈസിലും ഒരേ എണ്ണത്തിലും കിട്ടും. അതിനുവേണ്ടിയാണ് ഞാൻ ഇങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നിങ്ങൾക്ക് അല്ലാതെ ഇപ്പോൾ ഫസ്റ്റ് ഒന്ന് തുടങ്ങിയതിന് ശേഷം അതിൻ്റെ ബാക്കിയായിട്ട് കണ്ടിന്യൂസ് ആയിട്ട് വേണമെങ്കിൽ ചെയ്യാം. ഞാനിപ്പം ഇങ്ങനെ 4 ലൈൻസായിട്ട് ഫസ്റ്റ് കൊടുത്തതിന് ശേഷം ബാക്കി ഇങ്ങനെ ഓരോന്നിൻ്റെ സെൻറ്റർ പോർഷനായിട്ട് ബാക്കി ഗ്യാപ്പുള്ള പോർഷനെല്ലാം ഒന്ന് ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത്. അപ്പം ഇത് നമുക്ക് ഈസി ആയിട്ട് തന്നെ ചെയ്യാനുള്ളതേ ഉള്ളൂ. ആരി വർക്കിൽ ചെയ്യുവാണെങ്കിൽ ഈസി ആയിട്ട് തന്നെ ചെയ്യാനായിട്ടുള്ളതേ ഉള്ളൂ. ഇല്ല നിങ്ങൾക്ക് ഇപ്പോൾ ആരി വർക്ക് അറിയത്തില്ല എന്നുണ്ടെങ്കിൽ വേണമെങ്കിൽ നോർമൽ നീഡിലാണെങ്കിലും ചെയ്യാനായിട്ട് പറ്റും. എനിക്ക് ഈ ഒരു വർക്ക് ആരി വർക്ക് ചെയ്യാനായിട്ടാണ് തോന്നിയത്. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു വർക്ക് ആരി വർക്കിൽ ചെയ്തത്. പിന്നെ ഞാനിപ്പം ആലിയക്കട്ടാണ് ഞാൻ ഈ ഒരു ടോപ്പ് ഉദ്ദേശിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഞാനിപ്പോൾ കാണിക്കുന്നത് നെക്ക് പോർഷനാണ്. പിന്നെ നമ്മുടെ ആ ചെസ്റ്റ് പോർഷനിൽ ഇതുപോലെ വി ഷേപ്പിലായിട്ടാണല്ലോ വരുന്നത് ആലിയക്കട്ടിൻ്റെ വരുന്നത്. അപ്പോൾ അവിടെ ഞാൻ ചെയ്യുന്നതിൻ്റെ കാണിക്കുന്നില്ല. പക്ഷേ ഫൈനൽ റിസൾട്ടിൽ ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് ഞാൻ കാണിക്കുന്നുണ്ട്. അപ്പോൾ ആ ഫസ്റ്റ് ഞാനിപ്പോൾ നെക്ക് ഒന്ന് ഡിസൈൻ ചെയ്യുന്നത് മാത്രമേ ഞാൻ ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ളൂ. ബാക്കി എല്ലാം കൂടെ ചെയ്യുമ്പോഴത്തേക്കിനും നമ്മുടെ വീഡിയോയുടെ ലെങ്ത്
കൂടാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ഫുള്ളായിട്ട് കാണിക്കാത്തത്. പിന്നെ നിങ്ങൾ ആദ്യമായിട്ട് എൻ്റെ ഈ ചാനൽ കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ മാക്സിമം ഫുള്ളൊന്ന് കാണാനായിട്ട് ശ്രമിക്കുക. ഞാൻ ഒത്തിരി സംസാരിച്ച് ബോറടിപ്പിക്കുന്നില്ല എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അതുപോലെ തന്നെ ചിലവർക്കുള്ളൊരു ഡൗട്ടുണ്ട്, നല്ല ക്വാളിറ്റിയുള്ള ബീഡ്സ് എങ്ങനെയാണ് തിരഞ്ഞെടുക്കുന്നതെന്നുള്ളത്. നമ്മൾ എടുക്കുന്ന ബീഡ്സിന് ഒന്ന് നോക്കിയാൽ മതി, ഒരു റെയിൻബോയുടെ ഒരു ഷെയ്ഡ് പോലെ ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ അത് നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സാണ്. അല്ല പകരം അകത്ത് മാത്രമായിട്ട് കളർ ഫീൽ ചെയ്യുന്ന, അല്ല പിന്നെ ചില ബീഡ്സ് എടുക്കുമ്പോൾ ചില ബീഡ്സിന് കളർ മങ്ങിയിട്ട്, അതായത് കുറച്ച് ഭാഗത്ത് കളറില്ലാതെ ജസ്റ്റ് ഗ്ലാസ് പോലെയൊക്കെ ഫീൽ ചെയ്തില്ല, അങ്ങനെയൊക്കെ ഉള്ളതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് എല്ലാം കഴുകുന്നതുകൊണ്ട് തന്നെ അതിൻ്റെ കളറെല്ലാം പോകാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതും കൂടെ ഒന്ന് നോക്കാം. നമ്മൾ തന്നെ ഈ നെക്ക് ഫുൾ ഈ ഒരു ഫ്ലവർ കൊണ്ട് ഒന്ന് ക്ലിയർ വർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. അതിനുശേഷം നമ്മൾ ഈ ഓരോ ഫ്ലവേഴ്സിൻ്റെ ഇടയിൽ ഓരോ ലൈൻസ് പോലെ കൊടുത്തിട്ടുണ്ടല്ലോ, ആ ലൈൻസിനെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത്. അതും ഞാൻ ഈ ഒരു കട്ട് ബീഡ്സ് തന്നെ യൂസ് ചെയ്താണ് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. ഫസ്റ്റ് നമ്മൾ ബാക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് വീണ്ടും 3 ബീഡ്സ് വെച്ചാണ് നമ്മൾ ഈ ഒരു ലൈൻസിലോ ഇതുപോലെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നത്. അതിന് ശേഷം ആ ഒരു ലൈൻസ് ഫുള്ള് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം സൈഡിലോട്ടും ചെറിയ ഓരോ ലൈൻസ് കൂടെ കൊടുക്കുന്നുണ്ട്. ഇപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലാവുന്നില്ലായിരിക്കും, ഇത് ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഈ ഒരു ലൈൻസ് കഴിഞ്ഞ് കഴിയുമ്പോഴത്തേക്കിന് എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമ്മൾ ക്വാളിറ്റി ഉള്ള ബീഡ്സിൻ്റെ കാര്യമായിരുന്നു പറഞ്ഞത്. അപ്പോൾ ക്വാളിറ്റി ഉള്ള ബീഡ്സ് റെയിൻബോ ബീഡ്സ് എന്ന് പറഞ്ഞ് വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് ക്വാളിറ്റി ഉള്ള ബീഡ്സ്. അല്ലാതെ നമ്മൾ സാധാരണ ഇപ്പോൾ എടുക്കുന്ന ബീഡ്സ് അല്ലേ ഒന്ന് നോക്കണം. ഇങ്ങനെ നോക്കുമ്പോൾ അതിൻ്റെ ചെറിയൊരു റെയിൻബോയുടെ ഷെയ്ഡ് ഇതിപ്പോൾ ചിലത് തിരിഞ്ഞ് കിടപ്പുണ്ടല്ലോ, അതിൻ്റെ ഹോൾസിൻ്റെ സൈഡ് അങ്ങനെ കിടക്കുന്ന ആ ബീഡ്സ് കാണുമ്പോൾ ചെറിയൊരു റെയിൻബോയുടെ ആ ഒരു ഷെയ്ഡ് പോലെ വരുന്നില്ലേ, അങ്ങനെ വരുന്നതാണെങ്കിൽ നല്ല ക്വാളിറ്റി ഉള്ള ഷെയ്ഡ്. അല്ലാതെ ചിലത് അകത്ത് കുറച്ച് കളേഴ്സ് മാത്രമായിട്ട് വരുന്നതുണ്ട്. അത് വരുമ്പോൾ ഗ്ലാസിൻ്റെത് മാത്രമായിട്ടാണ്. അത് വരുമ്പം നമ്മൾ വാഷ് ചെയ്യുമ്പോഴത്തേനും പെട്ടെന്ന് ബീഡ്സിൻ്റെ കളർ മങ്ങിയിട്ട് വാഷ് ഔട്ടായി പോകാനായിട്ടുള്ള നല്ല ചാൻസ് ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ബീഡ്സ് എടുക്കാതിരിക്കും. നമ്മൾ ഒത്തിരിയും കഷ്ടപ്പെട്ട് മെനക്കെട്ട് നമ്മൾ ചെയ്യുന്ന വർക്ക് ഒറ്റ വാഷിൽ തന്നെ അത് ഡാമേജ് ആയി പോയാൽ ഒരു സുഖമില്ലാതെ ആയിപ്പോകത്തില്ല, നമുക്കത് ഭയങ്കര സങ്കടമായി പോകത്തില്ല. അപ്പോൾ നല്ല ക്വാളിറ്റി ഉള്ള ബീഡ്സ് തന്നെ എടുക്കാനായിട്ട് ശ്രമിക്കുക. ഞാൻ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് തോന്നുന്നു, ബീഡ്സ് എങ്ങനെയാണ് സെലക്ട് ചെയ്യുന്നതെന്നുള്ളത്. അപ്പോൾ അത് അങ്ങനെ നോക്കി നല്ല ബീഡ്സ് തന്നെ എടുത്ത് നമ്മൾ വർക്ക് ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇനി ഇതായിട്ട് ഞാൻ പറഞ്ഞായിരുന്നു, ഈ കൊടുത്തിരിക്കുന്ന സെൻറ്ററിലെ ആ ഒരു ലൈൻ കഴിഞ്ഞിട്ട് സൈഡിലോട്ട് ഇതുപോലെ ചെറിയ ലൈൻസായിട്ടും കൊടുക്കുന്നുണ്ട്. ചെറിയൊരു ശിഖരം എന്ന രീതിയിലാണ് ഞാൻ ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ അതും ഇത് പറഞ്ഞ പോലെ 3 ബീഡ്സ് വെച്ചാണ് ഈ ചെയ്തിരിക്കുന്നത്. ഞാൻ ഈ ഒരു വർക്കിൽ 3 ബീഡ്സിൻ്റെ കളിയാണ് ഓരോ ഇതിലും എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ 3 ബീഡ്സ് വെച്ചാണ്. അപ്പോൾ എല്ലാം ഒരു ഷേപ്പിൽ തന്നെ കിട്ടും. നമ്മൾ എടുക്കുമ്പം അതുപോലെ എണ്ണം നോക്കി തന്നെ ചെയ്യാനായിട്ട് നോക്കുക. അപ്പോൾ കറക്റ്റ് ആ എല്ലാത്തിനും ഒരേ ലെങ്ത് ആയിരിക്കും കിട്ടുന്നത്. അതിനു വേണ്ടിയാണ് ഞാൻ ഈ പറഞ്ഞത്. അപ്പം ഇതും കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കിനും നമ്മുടെ ഏകദേശ പണി എന്ന് പറയുന്നത് കഴിയും. ഞാനിപ്പം ഒരു സൈഡ് മാത്രമാണ്, ഞാൻ പറഞ്ഞല്ലോ ആലിയക്കട്ടാണ് ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്കിൻ്റെ പോർഷൻ മാത്രമാണ് ഞാനിപ്പോൾ വർക്ക് ചെയ്ത് കാണിക്കുന്നത്. ഫൈനലിൽ ഞാൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിക്കുക, ആലിയക്കട്ടിൻ്റെ ഫുൾ ഡിസൈൻ എങ്ങനെ ഉണ്ടെന്നുള്ളത് കാണിക്കുക, സ്റ്റിച്ച് ചെയ്തുള്ളതും കാണിക്കുക. ഇപ്പോൾ തൽക്കാലം ഞാൻ ഈ ഒരു നെക്കിൻ്റെ ഡിസൈൻ മാത്രമാണ് കാണിക്കുന്നത്. നമുക്ക് ഒത്തിരി ലോങ് ആയിട്ട് വീഡിയോ കൊണ്ടുപോകാൻ പറ്റത്തില്ല. എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്തായിരിക്കുമല്ലോ കാണുന്നത്. അപ്പോൾ ഒത്തിരി ലോങ് കൊണ്ടുപോയിട്ട് വലിയ കാര്യമൊന്നുമില്ല. അതുകൊണ്ടാണ് മെയിനായിട്ട് അത്രയും ലോങ് ഇടാത്തത്. എന്നിട്ട് ഇത് 10 മിനിറ്റിൻ്റെയോളം വീഡിയോ വരുന്നുണ്ട്. നിങ്ങൾ മാക്സിമം ഇത് സ്കിപ്പ് ചെയ്യാതെ കാണുമായിരുന്നെങ്കിൽ നല്ലതായിരുന്നു. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ നിങ്ങൾ ഏതായാലും ഒന്ന് കാണാനായിട്ട് ശ്രമിക്കാം. അപ്പം ഞാൻ ഈ ഒരു ലൈൻസിൻ്റെ ഒരു സൈഡിലായിട്ട് ചെറിയ 3 ലൈൻസ്, ഒരു സൈഡിൽ 4 ലൈൻസുമാണ് ഞാൻ കൊടുത്തിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഈ പാറ്റേൺ എങ്ങനെ വരയ്ക്കുന്നത്, പാറ്റേൺ എങ്ങനെ ട്രേസ് ചെയ്യുന്നത് എന്നുള്ളതിൻ്റെ എല്ലാം വീഡിയോ ഞാൻ എൻ്റെ ചാനലിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെയൊക്കെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. അപ്പോൾ ഞാൻ നെക്ക് ഫുള്ള് ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം ഞാൻ ഈ ആലിയക്കട്ടിൻ്റെ ആ ഒരു വി ഷേപ്പ് അവിടവും കൂടെ ഒന്ന് വർക്ക് ചെയ്യാനായിട്ടാണ് പോകുന്നത്. അപ്പോൾ നമ്മുടെ നെക്ക് ഇത്രയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയാം. അങ്ങനെ ഞാൻ ഇതിപ്പം ഫ്രെയിം വെച്ചോണ്ട് തന്നെയാണ് ഞാൻ ഈ കാണിക്കുന്നത്. ആലിയക്കട്ടിൻ്റെ ആ ഒരു വി ഷേപ്പും കൂടെ ഞാനൊന്ന് ഫുള്ളൊന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. അതുകൊണ്ട് ഞാനിത് ഇവിടെ നിർത്തിയിട്ടില്ല. ഇനി ഞാൻ ചെയ്യാൻ പോകുന്നത് നമ്മുടെ ആ ചെസ്റ്റ് പോർഷൻ, ഇത്രയും പ്ലെയിനായിട്ട് എടുക്കുന്ന ആ ഒരു പോർഷൻ ഉണ്ട്, അവിടെ ആദ്യം ഞാൻ കാണിച്ച ആ റെഡും വൈറ്റും കൂടെയുള്ള ആ ഒരു സ്റ്റോൺ ഉണ്ടല്ലോ, അതിത് പറഞ്ഞതുപോലെ ഒന്ന് ഒട്ടിച്ചതിന് ശേഷം അതും ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അവിടെ ഒത്തിരിയും കൊടുക്കുന്നില്ല, എന്നാൽ കുറച്ച് കൊടുത്ത് ഒന്ന് സ്റ്റിച്ച് ചെയ്തും കൂടെ കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത്, ഈ ഒരു സ്റ്റോണിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഒരെണ്ണത്തിന് 3 രൂപയാണ്. എണ്ണത്തിനനുസരിച്ചാണ്, ഒരെണ്ണത്തിനാണ് 3 രൂപ. പിന്നെ ഞാനിപ്പോൾ ഇതിൻ്റെ ചെയ്യാനായിട്ട് എടുത്തിരിക്കുന്നത് എനിക്ക് തോന്നുന്നു ഒരു
30 എണ്ണത്തോളം ഞാൻ ഈ ഒരു വർക്കിന് വേണ്ടി ഞാൻ എടുത്തിട്ടുണ്ട്. അപ്പോൾ ഒരെണ്ണത്തിന് 3 രൂപ വെച്ചാണ് ഇതിൻ്റെ കാൽക്കുലേഷൻ വരുന്നത്. അങ്ങനെയാണ് ഇതിൻ്റെ പൈസ ഈടാക്കുന്നത്. പിന്നെ ഞാൻ ഈ എടുത്തിരിക്കുന്ന ബീഡ്സ് എന്ന് പറയുന്നത് 20 രൂപയുടെ ബീഡ്സാണ്. കട്ട് ബീഡ്സ് എടുത്തിരിക്കുന്നത് 20 രൂപയുടെ കട്ട് ബീഡ്സാണ്. പക്ഷേ 20 രൂപയുടെ എനിക്ക് ആവശ്യം വന്നിട്ടില്ല. ഒരു കൂടിപ്പോയൊരു 10 രൂപയുടെ ആവശ്യമാണ് വന്നിരിക്കുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ റിസൾട്ട്. ഞാൻ തയ്ച്ചതിനെല്ലാം ശേഷമുള്ള ഫൈനൽ റിസൾട്ട് വേണ്ട ഇതാണ്. ഇതെങ്ങനെ ഉണ്ടെന്നുള്ളത് നിങ്ങൾ എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയാം, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. കുറച്ച് മെനക്കെട്ട് തന്നെ ചെയ്തൊരു വർക്കാണ്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് ഉള്ളത് എന്തായാലും നിങ്ങളൊന്ന് ജെനുവിനായിട്ട് തന്നെ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത്. ഫൈനൽ റിസൾട്ട് എനിക്കും ഒരുപാട് ഇഷ്ടപ്പെട്ടു. എനിക്ക് പേഴ്സണലി എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. ഞാൻ ചെയ്തുകൊണ്ട് തന്നെയല്ല, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഈ ഒരു ബോട്ടിൽ ഗ്രീനിലാണെങ്കിൽ ഈ ഒരു റെഡ് കളറും ഗോൾഡൻ കളറും വൈറ്റ് കളറും എല്ലാം കൂടെ വന്നപ്പോഴത്തേക്കിനും അടിപൊളി ലുക്ക് തന്നെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഇത് ഇഷ്ടപ്പെട്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങൾ എന്തായാലും ഒന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇനി എൻ്റെ സൈസ് വരുമ്പോഴത്തേക്കിനും എനിക്ക് ഇത് ഇനിയും വണ്ണം കുറയ്ക്കണം. അതുകൊണ്ടാണ് ഞാൻ അത്രയും കൊണ്ട് ഞാൻ വർക്ക് നിർത്തിയത്. ആ ഒരു വർക്കിൻ്റെ അവിടെ വരെ എനിക്ക് വണ്ണം കുറച്ച് വേണം എടുക്കാനായിട്ട്, അത്രയേ ഉള്ളൂ ഞാൻ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ആ വർക്ക് നിങ്ങൾ ഓർക്കും ഫുള്ള് ചെയ്തിട്ടില്ലല്ലോ എന്ന്. ഫുള്ള് ചെയ്യാത്തതല്ല, എനിക്ക് എൻ്റെ വണ്ണത്തിന് എനിക്ക് അത്രയേ ആവശ്യമുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അത്രയും കൊണ്ട് വർക്ക് ഞാൻ അവിടെ കൊണ്ട് നിർത്തിയത്, അല്ലാതെ വേറൊന്നും കൊണ്ടുമല്ല. അപ്പം നിങ്ങൾക്ക് എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടോ ഇല്ല എന്നുള്ളത് എന്തായാലും നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് പറയുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു വീഡിയോ ആയിട്ട് വരാം. ബൈ.